ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളതൊരു ഈവനിങ് വ്ളോഗാണ്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കും. പിന്നെ മടിയും എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ള മടി കാരണം നമ്മളിതിങ്ങനെ പെൻഡിങ് വെച്ചേക്കുമായിരുന്നു. പിന്നെ പിള്ളേർക്ക് രണ്ടുപേർക്കും പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനും അങ്ങനെ ഒന്നും പറ്റിയില്ല. അപ്പോൾ സമയം ഒരു ഏകദേശം 3 മണി 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പിള്ളേരെ അവിടെ നിന്ന് കളീൻ്റെ ബഹളത്തിലാണ് ഉറക്കാൻ കൊണ്ടുപോയത്. അപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിയുന്നതുകൊണ്ട് തന്നെ ഒരു 11 മണിയാകുമ്പോഴേക്കും നമ്മൾ ഡ്രസ്സെല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് നല്ല വെയിലാണല്ലോ അപ്പോൾ കുറേ നേരം അയലിട്ടിട്ടുണ്ടെങ്കിൽ നിറച്ച് പോകുമല്ലോ വെച്ചിട്ട് ഞാൻ കുറച്ച് മുന്നേ തന്നെ എടുത്തിട്ട് ഉമ്മറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. ആക്കം പോലെ ഇതാ എപ്പോഴാണ് മടക്കുന്നതെന്നുള്ളൂ. പിന്നെ സെക്ഷൻ ആക്കിയിട്ട് തിരിച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പമായല്ലോ. നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത കൂടെ അറിയിക്കാനുണ്ട്. എന്താണെന്നല്ലേ, എൻ്റെ യൂട്യൂബ് ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അതായത് 4000 വാച്ച് അവർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഇതൊന്നും 4000 വാച്ച് ടൈമൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ എൻ്റെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒഴുകി രണ്ടുപേരും ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ടുണ്ട്. വിച്ചുട്ടിന് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നാൽ കുറേ നേരം ടൈൽസിൽ ഇങ്ങനെ തണുപ്പത്തിൽ ഇങ്ങനെ കിടക്കൂട്ടാ. ഉറക്കത്തിൻ്റെ ഹാങ് ഓവർ പോകാനാണെന്ന് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് വണ്ടി എടുത്തിട്ട് റോട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം അവൻ ആവശ്യം വണ്ടിയാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നാൽ ഫസ്റ്റ് പോയിട്ട് നോക്കുക വണ്ടി എവിടാന്നാണ് നോക്കുക. എന്നിട്ട് മോണിറ്റൈസേഷൻ ആയതിൻ്റെ ID വെരിഫിക്കേഷനും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ കൊടുക്കലൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാനതിൻ്റെ എൻ്റെ ഒരു യൂട്യൂബ് ജേണി ഞാൻ വീഡിയോ പോലെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യം അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് സെറ്റപ്പ് ആവട്ടെ. 3 ദിവസമായിട്ട് രണ്ടുപേർക്കും ചുമ, പനി, ജലദോഷം അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തുമ്പിമോൾ അംഗനവാടിയിലോട്ടും പോകില്ല. വിച്ചുട്ടനാണെങ്കിൽ എൻ്റെ തോളത്തിൽ നിന്ന് എണീക്കൽ പോലും ഉണ്ടായിരുന്നില്ല. അത്ര ക്ഷീണം പിടിച്ചൊരവസ്ഥയായിരുന്നു. അകത്തിൽ നിന്ന് എണീറ്റ് വന്ന പാവല്ല എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഹോർലിക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതൊക്കെ വെറുതെ ആണ് കേട്ടോ. അവനൊരു തുള്ളി പോലും കുടിക്കില്ല. ഇത് എനിക്കും എൻ്റെ മോൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. വിച്ചുട്ടൻ കുടിക്കുകയില്ല. എന്താ പറയുക, ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ കഞ്ഞി കുടിച്ചിട്ട് കിടന്നുറങ്ങിയതാണ്. ഇപ്പോൾ എന്ത് കൊടുത്താലും അവൻ കഴിക്കില്ല. അപ്പോൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ വെച്ചിട്ട് കുറച്ച് കഞ്ഞി അവന് കൊടുക്കുക. അവനൊന്നും കുടിക്കുന്ന ലക്ഷണം കാണാനില്ല. തുമ്പിമോൾ അതിനിടയ്ക്ക് ഹോർലിക്സും പൊടി വാരി തിന്നുന്ന പരിപാടിയിലാണ്. ഈ കുപ്പി അവൾ ഇടയ്ക്ക് ഇങ്ങനെ കാണാണ്ട് പോയിട്ട് എടുത്ത് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഞാൻ കാണാണ്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അവൾ കാണുന്നത്. അപ്പോൾ കുറച്ച് കയ്യിലിട്ട് തരുമെന്ന് വെച്ചിട്ട് ചോദിക്കുകയാണ്. ഹോർലിക്സ് കലക്കി കുടിക്കുന്നതിനേക്കാളും അവർക്കിഷ്ടം എന്താ പറയുക, ഈ പൊടി ഇങ്ങനെ പാത്രത്തിലിട്ടിട്ട് വാരി തിന്നാനാണ്. അപ്പോൾ ഞാനതിന് സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ അത് കാണാതെ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. വിച്ചോട്ടിന് ഏതായാലും ഹോർലിക്സും ഒന്ന് കൊടുത്താലും അവൻ കഴിക്കില്ല. അപ്പോൾ പിന്നെ കുറച്ച് കഞ്ഞി ഓനായിട്ട് മല്ലിയുദ്ധം നടത്തിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് അവസ്ഥ. അവന് എന്ത് ഫുഡ് എടുത്താലും ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ പിന്നെ കാലിൽ കിടത്തി കൊടുക്കല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് 2-3 സ്പൂൺ അകത്താക്കിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാവാൻ എണീറ്റ് പോവുകയും ചെയ്ത്. ഇനി നമുക്ക് മരുന്ന് കൊടുക്കുന്ന അടുത്ത യുദ്ധമാണ് കാണാൻ പോകുന്നത്. മരുന്ന് കൊടുക്കുമ്പോഴും ഇതേ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും. കരച്ചിലും പിരിച്ചിലും ഒക്കെ ആയിട്ട് ആകെ മൊത്തം ഒരു ബഹളമായിരിക്കും. വൈകുന്നേരം കൂടെ ആയാൽ രാവിലെ നമ്മൾ മുറ്റടിക്കുന്നതാണെങ്കിലും വൈകുന്നേരം ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ലോണം ഇല ഉണ്ടാവും. മുറ്റത്തൊരു മാവും പൈന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലോണം അതിന് ഇല കൊഴിയുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചവറുണ്ടാവും കേട്ടോ. മഴക്കാലമാകുമ്പോൾ പിന്നെ വൈകിട്ട് നമ്മൾ അടിച്ചിട്ടാൽ രാവിലെ അങ്ങനെ ഇലയൊന്നും കൊഴിയൂല. പക്ഷേ വേനൽക്കാലത്ത് നല്ലോണം ചപ്പും ചവറുണ്ടാവും. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ റോഡും മുറ്റവും പരിസരമൊക്കെ അടിച്ചുകൂട്ടി വാരി കത്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ നമുക്ക് കുറച്ച് വിറകും കൂടെ ഒടിച്ചേക്കാം. വൈകുന്നേരം ഇതൊക്കെ സെറ്റാക്കി വെച്ചാൽ രാവിലെ പിന്നെ ഇതിനിങ്ങനെ ഓടിപ്പായുണ്ടല്ലോ. അതുകൊണ്ട് തലേ ദിവസം തന്നെ നമ്മൾ വിറകും കാര്യങ്ങളൊക്കെ അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കാറാണ് പതിവുള്ളത്. ചോറ്, കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ വിറകടുപ്പിലാണ് ചെയ്യൽ. ബാക്കി കാര്യങ്ങളൊക്കെ ഗ്യാസിലും. അതുകൊണ്ട് നമ്മൾ വിറക് അവിടെ സെറ്റാക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മേലേക്കും കയറിപ്പോയിക്ക് അമ്മ വിളക്ക് കത്തിക്കേണ്ട പരിപാടിയിലാണ്. അപ്പോൾ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ അമ്മ തന്നെ ചെയ്യൽ. കൂടെ ബാക്കിൽ ഭസ്മത്തിൻ്റെ പാത്രം പിടിച്ചിട്ട് തുമ്പിമോളും കൂടിയിട്ടുണ്ട്. വിളക്ക് കത്തിക്കലും ഇവർ ഊതിക്കെടുത്തലും ഒപ്പമായിരിക്കും. ഈ വിച്ചുട്ടൻ്റെ വിളക്ക് കണ്ടാൽ അപ്പോൾ ഊതിക്കെടുത്തണം. കുറച്ച് നേരമൊക്കെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അത് ഊതിക്കെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് നമ്മുടെ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം കേട്ടോ.